അല്ലമീൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. അല്ലമീൻ, പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇന്ന് എണ്ണം കുറയുന്നു. കൂടുതൽ കുഴിമാടങ്ങൾ അവിടെ എടുക്കുന്നതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടോ? തെരച്ചിലും അതോടൊപ്പം തന്നെ കിട്ടുന്ന ശരീരഭാഗങ്ങൾ പരിശോധനകൾക്ക് ശേഷം സംസ്കരിക്കുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരച്ചിലിൻ്റെ ഒരു അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും അമീൻ? തെരച്ചിലിന്റെ അടുത്ത ഘട്ടം തന്നെയാണ് സുജയിന് ഏറെ പ്രധാനം. അത് ഏത് വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ചോദ്യത്തിനാണ് അതിന് മറുപടി ലഭിക്കേണ്ടതും. സ്വാഭാവികമായും ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇന്നത്തെ പരിശോധനകളുടെ ഒരു അപ്ഡേറ്റ് അല്പസമയത്തിനകം വയനാട് കളക്ടറേറ്റിൽ ചേരുന്ന മന്ത്രിതല സംഘത്തിന്റെയൊക്കെ അവലോകന യോഗത്തിൽ വിലയിരുത്തും. ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തുടർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. എന്ന് മാത്രമല്ല, സൺറൈസ് വാലി പരിശോധനയിൽ മൃതദേഹങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഇനി പരിശോധന അവിടെ കേന്ദ്രീകരിക്കേണ്ടതുണ്ടോ അതോ അവിടുത്തെ പരിശോധന അവസാനിപ്പിക്കണമോ? ഒരു 6 കിലോമീറ്റർ പരിധിയിലാണ് അവിടെ പരിശോധന നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്. 2 ദിവസമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് ചില മൃതദേഹ ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഇനി അക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ ഈ റഡാർ പരിശോധനയിൽ, അതുപോലെ തന്നെ ജിയോ ടാഗിംഗിൽ, ഐബോർഡ് പരിശോധനയിലൊക്കെ സ്പോട്ട് ചെയ്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. അത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഭാഗത്താണ് പരിശോധന. ഇന്ന് രാവിലെ മുതൽ തന്നെ 13 JCBകളും ഹിറ്റാച്ചികളും ഇറക്കി 100-ലേറെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് അവിടെ പരിശോധന നടന്നത്. അത് അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇനി 3-4 സ്പോട്ടുകൾ കൂടി മാത്രമാണ് ഇനി പരിശോധന അവശേഷിക്കുന്നത്. ഇതുവരെയും അവിടുത്തെ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇത് മാത്രമല്ല, പുഞ്ചിരിമട്ടത്തിൽ നിന്ന് നടന്ന പരിശോധനയിൽ ചില മേഖലകളിൽ വലിയ ദുർഗന്ധമുണ്ടായിരുന്നു. ഒരുപക്ഷെ മൃതദേഹ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് പരിശോധിച്ചെങ്കിലും അങ്ങനെ മൃതദേഹം ലഭിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, മുണ്ടക്കൈയിൽ ഇന്ന് രാവിലെ പരിശോധന ആരംഭിച്ചപ്പോൾ തന്നെ ചില മൺകൂനകളിൽ വലിയ ഈച്ച ശല്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വലുതായി ഈച്ച കൂട്ടം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മൃതദേഹ സാന്നിധ്യമോ ശരീര സാന്നിധ്യമോ ശരീരഭാഗങ്ങളൊക്കെ ഉള്ളത് ായിരിക്കാം അങ്ങനെ ഈച്ച അവിടെ വന്നു കൂടുന്നത് എന്ന അടിസ്ഥാനത്തിൽ ആ സംശയത്തിൽ അവിടെയും വലിയ പരിശോധന നടത്തി. പക്ഷെ അവിടെ ഒന്നും മൃതദേഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സ്വാഭാവികമായും ഇനി ഈ പരിശോധനയുടെ ഒരു അടുത്ത ഘട്ടം എങ്ങനെയാണ് എന്നുള്ളത് ഏറെ പ്രധാനമാണ്. നിലവിൽ നടക്കുന്നത് നേരത്തെ തീരുമാനിച്ചത് പ്രകാരം 6 സോണുകളായി തിരിച്ചുള്ള പരിശോധനയാണ്. അത് ഏതാണ്ട് 70%-80% ആ പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടെയുള്ള പരിശോധനയും ഇന്നലെ നടന്നത്. അതിന്റെ തുടർ പരിശോധന ഇന്ന് വീണ്ടും നടക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഇനിയുള്ള ചോദ്യം ആ പരിശോധനകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ്. അതിലൊരു പക്ഷേ ഇന്ന് വൈകുന്നേരം ചേരുന്ന അവലോകന യോഗത്തിൽ, അതിനുശേഷം ഉദ്യോഗസ്ഥരുമായി ചേരുന്ന യോഗത്തിൽ, അതിനുശേഷം നാളത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കുന്ന യോഗം, അങ്ങനെ വിവിധങ്ങളായ യോഗങ്ങൾ ഇനി ചേരാനിരിക്കുകയാണ്. വൈകിട്ട് മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. കുറച്ചുകൂടി വ്യക്തത ഇക്കാര്യത്തിൽ ലഭിക്കും. നാളെ മുതൽ ഈ പരിശോധന നിലവിലേതിന് സമാനമായി തന്നെ തുടരണമോ, നിലവിൽ നടത്തുന്ന പരിശോധന കുറച്ചുകൂടി വ്യാപിപ്പിക്കണമോ, ഇനി അതല്ല അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേക്ക് പോകണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു ആക്ഷൻ പ്ലാൻ രൂപപ്പെടുത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. മറ്റൊന്ന്, ഈ ഓരോ തവണ പരിശോധന നടത്തുമ്പോഴും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട നിലയിലാണെങ്കിലും ശരീരഭാഗങ്ങൾ ലഭിക്കുന്നുണ്ട്. അതെല്ലാം കിട്ടുന്ന മുറയ്ക്ക് തന്നെ സംസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം 8 മൃതദേഹം, പിന്നീട് 187, ഇന്നലെ 22, ഇന്നിപ്പോൾ 6 ശരീരഭാഗങ്ങൾ. ഇന്ന് ചാലിയാറിന്റെ തീരത്ത് നിന്നും അതുപോലെ തന്നെ സൺറൈസ് വാലിയിൽ നിന്നും കിട്ടിയ മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെ തന്നെ നാളെ സംസ്കരിക്കുകയും ചെയ്യും. അത് കിട്ടുന്ന മുറയ്ക്ക് ആ അർത്ഥത്തിൽ സംസ്കരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാണാതായ ആളുകളുടെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു സർക്കാർ. അതിലിനി കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത് മാത്രമല്ല, ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥ സംഘം, റവന്യൂവിന്റെയും ഫോറസ്റ്റിന്റെയും വില്ലേജിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥ സംഘം പല സംഘങ്ങളായി തിരിഞ്ഞ്, പല ടീമുകളായി തിരിഞ്ഞ് ദുരന്തബാധിത മേഖലകളിലെ പലയിടങ്ങളിലും വന്ന് വിവരശേഖരണം നടത്തിയിരുന്നു. അത് നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നതിനോടൊപ്പം തന്നെ കാണാതായ ആളുകളുടെ വിവരശേഖരണവും നടത്തിയിരുന്നു. സ്വാഭാവികമായും ഇപ്പോൾ പ്രസിദ്ധീകരിച്ച കരട് പട്ടികയ്ക്ക് അപ്പുറത്തേക്ക് കൂടുതൽ ആളുകൾ കാണാതായവരുടെ പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ടോ എന്നുള്ളതും ഏറെ പ്രധാനമാണ്. അതുകൂടി നോക്കിയതിനു ശേഷമായിരിക്കും കാണാതായ ആളുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾക്ക്, മറ്റിടങ്ങളിൽ ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയ്ക്ക് ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും നാളെയും മറ്റന്നാളും കൊണ്ട് ഈ പരിശോധനയുടെ സ്വഭാവം മാറും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏത് വിധത്തിൽ വേണമെന്നുള്ളത് ഇന്ന് ചേരുന്ന ഈ അവലോകന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ, ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഒരു തീരുമാനം കൈക്കൊള്ളുക. സുജ. അല്ലമീനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അമീൻ, ഇപ്പോൾ മന്ത്രിതല സംഘം അവിടെ എത്തി. ബെയിലിപ്പാലത്തിൽ, ഒപ്പം തന്നെ ചൂരൽമലയുടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് അവർ പ്രധാനമായും ഇന്ന് സന്ദർശിച്ചത്. മറ്റിടങ്ങളിലും തെരച്ചിൽ നടത്തുമ്പോൾ ഈ ദേഹഭാഗങ്ങൾ കണ്ടെത്തുന്നതൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും സൺറൈസ് വാലിയിൽ ഇന്നലെയും ഇന്നുമായി നടത്തിയ തെരച്ചിലിൽ 3 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. നിലമ്പൂരിലേക്ക് വരുമ്പോൾ അവിടെ ആ ഭാഗങ്ങളിൽ നിന്നുമുള്ള തെരച്ചിലിലും ഇന്ന് 1 ശരീരഭാഗമാണ് കണ്ടെത്തിയത്. സേനാംഗങ്ങളെ തിരിച്ചയക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനമായോ?
അക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല. ഈ പരിശോധനയ്ക്ക് ഒരു പരിധിവരെ അവരും നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു വിലയിരുത്തലും അവരുടെ കൂടെ ഒരു നിലപാടും ഇക്കാര്യത്തിൽ അറിയിക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെ ഏതാണ്ട് പകുതിയിലധികം സേനാ സംഘങ്ങൾ പിന്മാറിയിട്ടുണ്ട്. ഇന്നത്തെ പരിശോധനയിലേക്ക് അവരുടെ സാന്നിധ്യം ഇന്നും ഇന്നലെയും അവരുടെ സാന്നിധ്യം വളരെ കുറവാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് NDRFന്റെയും അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ പലയിടങ്ങളിലും നടത്തുന്നത്. സൈനിക സാന്നിധ്യമുണ്ടെങ്കിലും നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കണ്ടതുപോലെ വലിയൊരു പങ്കാളിത്തം ഇപ്പോഴില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ സൈന്യത്തിന്റെ തന്നെ കടാവർ നായകളെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് സൺറൈസ് വാലിയിലൊക്കെ പരിശോധന നടത്തിയത്. അപ്പോൾ അവരുടെ സാന്നിധ്യം ഇല്ല എന്നല്ല, പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ അവർ രംഗത്തില്ല എന്നുള്ളത് ക്ലിയർ ആണ്, നമുക്ക് പ്രകടവുമാണ്. സ്വാഭാവികമായും അവരെ പൂർണ്ണമായും അവർ പിന്മാറുന്നത് ഈ പരിശോധനയിൽ അവരുടെ ഒരു അന്തിമ നിലപാട് ലഭിക്കുന്ന മുറയ്ക്കും അവരൊരു അന്തിമ തീരുമാനം അറിയിക്കുന്ന മുറയ്ക്കുമായിരിക്കും. അത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് സൈന്യമാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ കമാൻഡിംഗ് ഓഫീസർമാരാണ് തീരുമാനിക്കേണ്ടത്. ഓരോ ഇടങ്ങളിലും ഈ 6 സോണുകളിലും ഓരോ കമാൻഡിംഗ് ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കമാൻഡിംഗ് ഓഫീസർമാർ ഓരോ പ്രദേശത്തെയും പരിശോധനയുടെ ഇതുവരെയുള്ള സ്റ്റാറ്റസ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അവിടെ ഇനി പരിശോധിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു തീരുമാനം, ഒരു നിലപാട് അവർ അറിയിക്കും. സ്വാഭാവികമായും ശേഖരിക്കൂ. അൽ അമീനാണ് മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനത്തിന്റെ വിവരങ്ങളും പങ്കുവച്ചത്.